നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ വദ്രിബ് ലഹും മസലൻ അസ്ഹാബൽ ഖറിയ ഇദ് ജാഅഹൽ മുർസലൂൻ ഇദ് അർസൽനാ ഇലൈഹിം ഇസ്നൈൻ ഫഅസ്സസ്നാ ബിസാലിസിൻ ഫഖാലു ഇന്നാ ഇലൈക്കും മുർസലൂൻ തുടങ്ങി നമ്മൾ ഈ അസ്ഹാബുൽ ഖറിയ അതിലേക്ക് നിയോഗിതരായ 3 റസൂലുമാരുടെ ചരിത്രമാണ് ഇവിടെ പറഞ്ഞു വന്നത്. നമ്മൾ പറഞ്ഞ ആ ചരിത്രത്തിന് ഒരു 3 ഭാഗമുണ്ട്. അതിൽ ഒന്ന് വദ്രിബ് ലഹും മസലൻ അസ്ഹാബൽ ഖറിയ എന്ന് തുടങ്ങിയിട്ട് 19-ാമത്തെ ആയത്ത് വരെ അതുവരെ നമ്മൾ എടുത്തത്. ആ റസൂലുമാർ വന്നത്, ജനങ്ങൾ അവരോട് സംസാരിച്ചത്, അവർ ജനങ്ങളോട് സംസാരിച്ചത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ. പിന്നെ അതിൻ്റെ രണ്ടാം ഘട്ടം 19 മുതൽ ഇങ്ങോട്ടുള്ള ആയത്തുകളാണ്. 19 മുതൽ എനിക്കൊണ്ട് 27 വരെ. അതിൽ ഒരു വ്യക്തിയുടെ ഇടപെടലും അയാളുടെ ഉപദേശങ്ങളുമാണ്. പിന്നെ അദ്ദേഹത്തിനുണ്ടായ അനുഭവങ്ങൾ. പിന്നെ എനിക്ക് തോന്നുന്നത് 28-29 ആയത്തുകൾ ഈ സംഭവത്തിൻ്റെ റിസൾട്ടാണ്. അതെന്താണ്? വമാ അൻസൽനാ അലാ ഖൗമിഹി മിൻ ബഅദിഹി മിൻ ജുൻദിൻ മിനസ് സമാ വമാ കുന്നാ മുൻസിലീൻ ഇൻ കാനത് ഇല്ലാ സൈഹതൻ വാഹിദ ഫഇദാ ഹും ഖാമിദൂൻ. ഈ 2 ആയത്തുകൾ അത് ഇതിൻ്റെ ഒരു നതീജയാണ്. അപ്പം നമ്മളതിൻ്റെ രണ്ടാം ഭാഗമാണ് എടുക്കാൻ പോകുന്നത്. അപ്പോൾ അതിലേക്ക് വരുന്നതിന് മുമ്പ് അതിലൊരു പണ്ഡിതന്മാർ ഉണർത്തിയൊരു വിഷയം, അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത് അർസൽനാ ഇലൈഹിം ഇസ്നൈൻ, ഈ ഖറിയത്തിലേക്ക് 2 ആളുകളെ അള്ളാഹു നബിയായി നിയോഗിച്ചു, റസൂലുമാരായിട്ട് നിയോഗിച്ചു. ആ 2 ആളുകൾ ഇവർ കളവാക്കി, സ്വീകരിച്ചില്ല. അപ്പോഴാണ് ഫഅസ്സസ്നാ ബിസാലിസിൻ, 3-ാമത്തെ ഒരാളെ കൊണ്ട് എന്ത് ചെയ്യുന്നത്, അവരെ ശക്തിപ്പെടുത്തുന്നത്. അപ്പം അതിന് മനസ്സിലാക്കേണ്ട ഒരു വിഷയം എന്താണ്? ദഅവത്ത് ഒരിക്കലും ഇവിടെ ദയമുള്ളതല്ല, ക്ഷയിക്കാൻ പാടുള്ളതല്ല. ദഅവത്ത് 2 ആൾ കളവാക്കപ്പെട്ടപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല 3-ാമത്തെ ഒരാളെ അയച്ചു. അപ്പോൾ കളവാക്കിയ ദഅവത്ത് കളവാക്കപ്പെടുക എന്നുള്ളതുണ്ടാവും, ദഅവത്തിനെ നിരുത്സാഹപ്പെടുത്തുക എന്നുള്ളതുണ്ടാവും, ദഅവത്ത് സ്വീകരിക്കപ്പെടാതിരിക്കുക എന്നുള്ളതുണ്ടാവും. പക്ഷേ എന്തു വേണം? ആ സന്ദർഭങ്ങളിലൊക്കെയും ദഅവത്തിനെ തുടർത്തണം. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ചെയ്തത്, 3-ാമതൊരു റസൂലിനെ കൂടി അയച്ചിട്ട് ഈ ദഅവത്തിനെ ബലപ്പെടുത്താൻ, ശക്തിപ്പെടുത്താൻ വേണ്ടിയിട്ട് തീരുമാനിച്ച് അങ്ങനെ നിയോഗിക്കേണ്ടത്. ഫഅസ്സസ്നാ ബിസാലിസിൻ ഫഖാലു ഇന്നാ ഇലൈക്കും മുർസലൂൻ. അതേ ഇതിൽ നമുക്ക് മനസ്സിലാക്കാനുള്ള ഒരു വിഷയമാണ്. പിന്നെ ബാക്കിയുള്ള വിവരങ്ങളൊക്കെ നമ്മൾ ഇതിൽ ഏറെക്കുറെ പറഞ്ഞു. ഇനി ഇവിടെ വജാഅ മിൻ അഖ്സൽ മദീനതി റജുലുൻ യസ്ആ ഖാല യാ ഖൗമി ഇത്തബിഉൽ മുർസലീൻ. വജാഅ മിൻ അഖ്സൽ മദീന, എന്താ? അൽ മദീനയുടെ അഖ്സയിൽ നിന്ന് വന്നു. അഖ്സ എന്ന് പറഞ്ഞാൽ അങ്ങേയറ്റം, അങ്ങേയറ്റം. അഖ്സ അങ്ങേയറ്റം, അങ്ങേയറ്റം. ഈ നമ്മൾ അൽ മസ്ജിദുൽ അഖ്സ എന്ന് പറയും. ഇതാ അൽ മസ്ജിദുൽ അഖ്സ, അങ്ങേയറ്റത്തെ പള്ളി. അതായത് മസ്ജിദുൽ ഹറാമുണ്ട്, പിന്നെ അൽ മസ്ജിദുൽ അഖ്സി ഉണ്ട്. തങ്ങൾ ഇസ്രാ നടത്തിയത് മസ്ജിദുൽ ഹറാമിൽ നിന്ന് മിനൽ മസ്ജിദുൽ ഹറാം ഇലൽ മസ്ജിദുൽ അഖ്സ അല്ലേ. അപ്പോൾ അതിൻ്റെ അർത്ഥം ഈ മധ്യത്തിലൊരു പള്ളീൻ്റെ കാര്യമുണ്ട്, നടുക്കൊരു പള്ളി, അതാണ് അൽ മസ്ജിദുൻ നബവി. അപ്പോൾ മസ്ജിദുൽ ഹറാം, അൽ മസ്ജിദുൻ നബവി, പിന്നെ അൽ മസ്ജിദുൽ അഖ്സ അറ്റത്തെ പള്ളി, അതാണ് മസ്ജിദുൽ ബൈത്തുൽ മഖ്ദിസ്, ബൈത്തുൽ മഖ്ദിസ് അൽ അഖ്സ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉപ്പാപ്പ ഒരു ഖുസയ്യുണ്ട്, ഖുസയ്യ് അല്ലേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉപ്പാപ്പാരന്മാരുണ്ടുമ്പോൾ റസൂലുള്ളാഹിൻ്റെ ഉപ്പ അബ്ദുള്ള, അബ്ദുള്ളാൻ്റെ ഉപ്പ അബ്ദുൽ മുത്തലിബ്, അബ്ദുൽ മുത്തലിബിൻ്റെ ഉപ്പ ഹാഷിം, ഹാഷിമിൻ്റെ ഉപ്പ അബ്ദുമനാഫ്, അബ്ദുമനാഫിൻ്റെ ഉപ്പ ഖുസയ്യ്. ഈ ഖുസയ്യ് ശരിക്കും അദ്ദേഹത്തിൻ്റെ പേര് ഖുസയ്യ് അല്ല, അദ്ദേഹത്തിൻ്റെ പേര് സെയ്ദാണ്, സെയ്ദ്. ഈ ഹാഷിം റസൂലുള്ളാഹിൻ്റെ ഒരു വല്യപ്പനാണ് ഹാഷിമിൻ്റെ പേര് ശരിക്കും അംറാണ്. ഇവർക്കൊക്കെ ചരിത്രത്തിലൊരു പ്രത്യേകത ഉള്ളതുകൊണ്ടാണ് ഈ പേര്, യഥാർത്ഥ പേര് വിസ്മരിക്കപ്പെടുകയും സ്ഥാനപ്പേര് പ്രസിദ്ധാവുകയും ചെയ്തത്. ഈ അംർ വളരെ ഔദാര്യവാനായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഔദാര്യത്തിൽ പല കാര്യങ്ങളും ചെയ്തതിനാൽ അദ്ദേഹത്തിന് ഹാഷിം എന്ന സ്ഥാനപ്പേര് വന്നതാണ്. അതേപോലെ ഈ സെയ്ദ് ഇദ്ദേഹം മക്കയിൽ നിന്ന് അകറ്റപ്പെട്ടു. ഇദ്ദേഹത്തെ ഖുദാ ഗോത്രത്തിലേക്ക് കൊണ്ടുപോയി. കാരണം ഇദ്ദേഹം വളരെ പ്രഗത്ഭനായിരുന്നു. അതുകൊണ്ട് തന്നെ മക്കയുടെ നേതൃപദവിയിൽ ഇദ്ദേഹം എത്തിപ്പെടുമോ എന്ന് ഭയന്നിട്ട് അദ്ദേഹത്തെ ബനു കൽബ് ഗോത്രക്കാരുടെ നാടായ ഈ ഖുദാ ഗോത്രത്തിൻ്റെ ഒക്കെ അവിടെ ഈ അറബിൻ ഉപദ്വീപിൻ്റെ പടിഞ്ഞാറ് വടക്ക് കൊണ്ടുപോയിട്ട് അവിടെ ആക്കി.
അതുകൊണ്ടാണ് അദ്ദേഹത്തിന് ഖുസൈ, ദൂരപ്പെടുത്തപ്പെട്ടവൻ എന്ന അർത്ഥമുള്ള ഇത് വന്നത്. പക്ഷേ പിന്നീട് അദ്ദേഹത്തെ എന്ത് ചെയ്തു, പിന്നെ മക്കയിലേക്ക് തന്നെ തിരിച്ചു കൊണ്ടുവന്നിട്ട് അദ്ദേഹം എന്ത് ചെയ്തു, മക്കയിൽ നേതൃത്വം പിടിച്ചു. ഇദ്ദേഹത്തെ ദൂരപ്പെടുത്താൻ എന്താണോ ഭയന്നത് ആ കാര്യം അദ്ദേഹം തിരിച്ചു പിടിക്കണ്ടേ. ഏതായാലും ഖുസൈ എന്നുള്ളത് അകറ്റപ്പെട്ടത് കൊണ്ട് അദ്ദേഹത്തിന് പറയപ്പെട്ട പേരാണ്. ഏതായാലും ഞാൻ പറഞ്ഞത് ഇവിടെ വജാ മിൻ അഖ്സൽ മദീന, അൽ മദീനയുടെ അഖ്സ അറ്റത്ത് നിന്ന് വന്നു. ആര് വന്നു? റജുലുൻ, ഒരു വ്യക്തി വന്നു. യസ് ആ, എങ്ങനെ വന്നത്? യസ് ആ, ധൃതി കൂട്ടി തിരക്ക് കൂട്ടി വന്നു, വേഗത്തിൽ വന്നു, ഓടി വന്നു. കാല, അദ്ദേഹം പറഞ്ഞു, യാ ഖൗമി ഇത്തബിഉൽ മുർസലീൻ. കാല, അദ്ദേഹം പറഞ്ഞു, യാ ഖൗമി, എൻ്റെ സമൂഹമേ, സമുദായമേ, ഇത്തബിഉ, നിങ്ങൾ പിൻപറ്റുക, അൽ മുർസലീൻ, റസൂലുമാരെ. ഇപ്പം 3 റസൂലുമാർ വന്നില്ല അവരിലേക്ക്. നമ്മളവരെ പേര് പറഞ്ഞല്ലോ കഴിഞ്ഞ ക്ലാസ്സിൽ. ഒന്ന് പൗലോസ്, ബർണാബ, പിന്നെ ഷമ്മോൻ. പിന്നെ ഈ മുർസലീങ്ങളെ നിങ്ങൾ പിൻപറ്റുക എന്ന് പറഞ്ഞു. ഇവിടെ ഇത് സൂറത്ത് യാസീനിൽ വജാ മിൻ അഖ്സൽ മദീനത്തി റജുലുൻ യസ്ആ, ഇതേപോലെ ഒരു ആയത്തുണ്ട്. എവിടെ? സൂറത്ത് ഖസസിൽ. അവിടെ എങ്ങനെ പറഞ്ഞറിയോ? വജാ റജുലുൻ മിൻ അഖ്സൽ മദീനത്തി യസ്ആ. സൂറത്ത് ഖസസിൽ ഇതേപോലെ വന്നിട്ടുണ്ട്. പക്ഷേ അവിടെ റജുലുൻ എന്നുള്ളത് ഇവിടെയാണ്. ഇതേപോലെയാണ് വജാ റജുലുൻ മിൻ അഖ്സൽ മദീനത്തി യസ്ആ, ഒരു വ്യക്തി അദ്ദേഹം പാഞ്ഞു വന്നു. മിൻ അഖ്സൽ മദീന, മദീനയുടെ അഖ്സയിൽ നിന്ന്. എന്നിട്ട് ഖാല യാ ഖൗമി ഇത്തബിഉൽ മുർസലീൻ. അപ്പോൾ അതെന്തുകൊണ്ട് ഇവിടെ റജുലുൻ, ജാഅ റജുലുൻ, ഒരു വ്യക്തി വന്നു, മിൻ അഖ്സൽ മദീന, മദീനയുടെ അറ്റത്ത് നിന്ന്. ഇവിടെ പിന്നെ ഖസസിൽ അങ്ങനെ പറഞ്ഞു. ജാഅ ഫഇലാണ് ക്രിയ, റജുലുൻ ഫാഇലാണ് കർത്താവ്. അറബി വ്യാകരണത്തിൻ്റെ ക്രമപ്രകാരം അങ്ങനെയാണ്, ജാഅ റജുലുൻ, അങ്ങനെയാണ്, ഫാഇലിനെ മുന്തിപ്പിക്കും. പക്ഷെ ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഫാഇലിനെ, കർത്താവിനെ പിന്തിപ്പിച്ചു. ഇവിടെ എന്തുകൊണ്ടത് പിന്തിപ്പിച്ചു? അവിടെ എന്തുകൊണ്ടത് മുന്തിപ്പിച്ചു? അവിടെ വജാ റജുലുൻ മിൻ അഖ്സൽ മദീനത്തി യസ്ആ ഖാല യാ മൂസ ഇന്നൽ മലഅ യഅ്തമിറൂന ബിക ലിയഖ്തുലൂക ഫഖ്റുജ് ഇന്നി ലക മിനൻ നാസിഹീൻ. ഇന്നൽ മലഅ, അയാൾ ഓടി വന്നിട്ട് പറഞ്ഞത്, യാ മൂസ ഇന്നൽ മലഅ, പ്രമാണിമാർ അവർ കൂടിയാലോചന നടത്തുകയാണ്, ലിയഖ്തുലൂക, താങ്കളെ കൊല്ലാൻ. അതുകൊണ്ട് വേഗം ഇവിടുന്ന് വിട്ടോ, ഞാൻ നിങ്ങൾക്ക് ഗുണകാംക്ഷയാണ് എന്നാണ് പറഞ്ഞത്. ആര്? മൂസാൻ്റെ അടുക്കലേക്ക് ഓടി വന്ന വ്യക്തി. അവിടെയും വജാ റജുലുൻ മിൻ അഖ്സൽ മദീനത്തി യസ്ആ എന്നാണ്. എന്നിട്ട് ഖാല യാ മൂസ. ഇവിടെ അദ്ദേഹം പറയാൻ പോണ കാര്യങ്ങൾ ഇൻഷാ അല്ലാഹ് നമുക്ക് വരും. അപ്പോൾ എന്തുകൊണ്ടാണ് അവിടെ റജുലുൻ എന്നതിനെ മുന്തിപ്പിച്ചത്, ഇവിടെ റജുലുൻ എന്നതിനെ പിന്തിപ്പിച്ചത്? ഇവിടെ റജുലുൻ എന്നതുണ്ടല്ലോ, അത് പിന്നെ മൗസൂഫാണ്, വിശേഷിപ്പിക്കപ്പെട്ടതാണ്. മിൻ അഖ്സൽ മദീന എന്നുള്ളത് സിഫത്താണ്. പട്ടണത്തിൻ്റെ അറ്റത്തുനിന്ന് ഓടി വന്നു എന്നാണ്, പട്ടണത്തിൻ്റെ അറ്റത്തുനിന്ന്. അതായത് ഈ ഓടി വരുന്നത് എന്തിനാ? എന്തെങ്കിലും പിരിവുണ്ടായിട്ടത് വാങ്ങാനല്ല, അല്ലെങ്കിൽ എന്തെങ്കിലും സംഭാവന വിതരണം ചെയ്യണത് വാങ്ങാനല്ല, അതിനല്ല ഓടി വരുന്നത്. പിന്നെയോ ജീവൻ നൽകിയിട്ട് നന്മ കൽപ്പിക്കാനും തിന്മ വിരോധിക്കാനുമാണ്. മാത്രമല്ല ഈ വ്യക്തിക്ക് അദ്ദേഹത്തിൻ്റെ ജീവൻ പണയപ്പെട്ടു. ഇവിടെ അദ്ദേഹത്തിൻ്റെ ജീവൻ പറയപ്പെടുന്നത് അദ്ദേഹത്തിൻ്റെ കഴുത്തിൽ തുളയിട്ടിട്ട് അദ്ദേഹത്തെ ഈ അന്താക്കയിലെ ഒരു മതിലിൽ കെട്ടിത്തൂക്കി. അങ്ങനെയാണ് അദ്ദേഹം പിന്നെ രക്തസാക്ഷിയാണത് എന്നുള്ളതാണ്. ഏതായാലും അപ്പോൾ അതാണ് സാഹചര്യം. ഈ വ്യക്തി ഓടി വന്നിട്ട് അദ്ദേഹത്തിൻ്റെ ദൗത്യങ്ങൾ നിർവഹിക്കുകയാണ്. എന്നിട്ട് അതിൻ്റെ പേരിൽ അദ്ദേഹത്തിന് ജീവൻ നൽകേണ്ടി വരികയാണ്. അദ്ദേഹം ഷഹീദായി. അപ്പോൾ ഈ വ്യക്തിയുണ്ട്, ആ വ്യക്തിയുടെ വിശേഷണമുണ്ട്. അദ്ദേഹം അഖ്സൽ മദീനയിൽ നിന്ന് ഓടി വന്നുള്ളത് അദ്ദേഹത്തിൻ്റെ വിശേഷണമാണ്. ഇത് വിശേഷിപ്പിക്കപ്പെട്ട വ്യക്തിയാണ്. എന്നാൽ മൂസ അലൈഹിസ്സലാത്തു വസ്സലാമയുടെ സംഭവത്തിൽ ആ വ്യക്തിക്ക് ഇത്രയൊന്നും വിശേഷണങ്ങൾ പറയപ്പെടുന്നില്ല, ഇത്രയൊന്നുമില്ല. അദ്ദേഹം എന്തേ വന്നിട്ട് പറയുന്നുള്ളൂ, മൂസ, പ്രമാണിമാർ പട്ടണത്തിൽ താങ്കൾക്കെതിരിൽ കൂടിയാലോചന നടത്തുകയാണ്, താങ്കളെ കൊല്ലാൻ. അതുകൊണ്ട് വേഗം ഈ നാട്ടിൽ നിന്ന് വിട്ടോളി, ഞാൻ നിങ്ങൾക്ക് ഗുണകാംക്ഷയാണ്, ഇത്രേ പറയുന്നുള്ളൂ. അദ്ദേഹത്തിന് എന്തിനില്ല, അദ്ദേഹത്തിന് ജീവൻ നഷ്ടപ്പെടുന്ന പ്രശ്നം വരുന്നില്ല. അദ്ദേഹം വലിയ സാഹസം എന്ത് ചെയ്യണില്ല, ഇതേപോലെ സഹിക്കണില്ല. അപ്പോൾ പിന്നെ പണ്ഡിതന്മാർ പറയുന്നത്, യഹ്യ ഇബ്നു ഹുബൈർ അൽ വസീറിനെ പോലുള്ളതായ പണ്ഡിതന്മാർ പറയുന്നത്, സിഫത്തിനെ മുന്തിപ്പിക്കുക എന്നുള്ളതാണ്, മൗസൂഫിനേക്കാൾ സിഫത്തിനെ മുന്തിപ്പിക്കുക എന്നുള്ളതാണ് ഏറ്റവും കൂടുതൽ നല്ല വർണ്ണന. ഇവിടെ ഈ വ്യക്തി
കൂടുതൽ വർണ്ണന അർഹിക്കുന്നുണ്ട്. കാരണം അദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട്? അദ്ദേഹം നന്മ കൽപ്പിക്കുന്നുണ്ട്, തിന്മ വിരോധിക്കുന്നുണ്ട്, അദ്ദേഹം സുന്ദരമായിട്ട് ആദർശം പറയുന്നുണ്ട്. പിന്നെ മാത്രമല്ല അദ്ദേഹം അതിൻ്റെ പേരിൽ രക്തസാക്ഷിയാവുന്നുണ്ട്. അതുകൊണ്ട് ഇദ്ദേഹത്തിന് കൂടുതൽ വർണ്ണന ഉണ്ട്. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ വർണ്ണനയെ മുന്തിപ്പിച്ചു, അദ്ദേഹത്തെ പിന്തിപ്പിച്ച് പറഞ്ഞു. എന്നാൽ അവിടെ അത്ര തന്നെ വർണ്ണന അർഹിക്കുന്നില്ല. അതുകൊണ്ട് അദ്ദേഹത്തെ മുന്തിപ്പിച്ചിട്ട് വർണ്ണനയെ പിന്തിപ്പിക്കുകയാണ് ചെയ്തത്. ഇതാണ് അതിൽ പണ്ഡിതന്മാർ പറയുന്ന ഒരു വജീഹ്. ഏതായാലും വിശുദ്ധ ഖുർആനിൽ 2 ആയത്തുകൾ ഇതുപോലെ വന്നിട്ടുണ്ട്. ഒരിടത്ത് വജാ റജുലുൻ മിൻ അഖ്സൽ മദീനത്തി യസ്ആ എന്നാണ്, ഇവിടെ വജാ മിൻ അഖ്സൽ മദീനത്തി റജുലുൻ യസ്ആ എന്നാണ്.